ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഹാപ്പി വേളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് മൂകാംബികയിൽ പോണ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 5 മണിക്ക് തന്നെ ഇറങ്ങി കേട്ടോ. ബാംഗ്ലൂർ ട്രാഫിക്കാണല്ലോ, അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആ ടൗൺ അങ്ങോട്ട് ആ സിറ്റി അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ട്രാഫിക്കിന് അത്ര കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 5 മണിക്ക് തന്നെ ഇറങ്ങി കേട്ടോ. 5 മണിക്ക് ഇറങ്ങി നമ്മൾ ഹസൻ വഴിയാണ് കേട്ടോ. ഹസൻ എത്തിയിട്ട് പിന്നെ അവിടുന്ന് പിന്നെ ഹസനൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഹസനിലേക്ക് തിരിഞ്ഞ് ആ റോഡായി കഴിഞ്ഞാൽ അത്ര തിരക്കുണ്ടാവില്ല. നമ്മൾ ആ സിറ്റിയിൽ കിടന്ന് ഓടുമ്പോഴാണ് കുറച്ച് ട്രാഫിക്ക് ഉണ്ടാവുക. അപ്പം നമ്മൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ 5 മണിക്ക് ഇറങ്ങിയത് കേട്ടോ. ഇപ്പം നമ്മളിതേ ഹസൻ ആ റോഡിലേക്ക് എത്തി കേട്ടോ. ഇനി പേടിക്കാനില്ല, ട്രാഫിക്കൊന്നും അധികം ഉണ്ടാവില്ല. ഇപ്പം നേരം വെളുത്തു തുടങ്ങി. ഇപ്പോൾ ഒരു 6 മണി ആയി. നേരം പരപരാ വെളുത്തു വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കേരളത്തിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ അവിടെ റോഡ് പണിയൊക്കെ നടക്കുകയല്ലേ. അപ്പം പിന്നെ എന്തായാലും നമുക്ക് ബാംഗ്ലൂർ വരികയും വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു ബാംഗ്ലൂരിൽ നിന്ന് തന്നെ മൂകാംബികയിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയത് മൂകാംബികയിലൊക്കെ പോയത് നമ്മൾ ഹസൻ ടച്ച് ചെയ്തു. പിന്നെ ഹസനിൽ നിന്ന് നമ്മൾ തിരിഞ്ഞിട്ട് വേറെ വഴിക്കാണ് കേട്ടോ പോയത്. ഇപ്രാവശ്യം നമ്മൾ സകലേഷ്പുര ആ NH ആ വഴിക്കാണ് നമ്മൾ പോണത്. പക്ഷേ അവിടെയും കുറച്ച് റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നമുക്ക് മൂകാംബികയിലൊന്നും തൊഴാൻ പോകണമെന്ന് വെച്ചിട്ട് പോവാണ് കേട്ടോ. ഉടുപ്പിയിലും പോകണം. അപ്പോൾ അങ്ങനെ ആ യാത്രയുടെ കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചു. ശരിക്കും ബാംഗ്ലൂർ നമ്മൾ ഇറങ്ങി പോണതൊരു ഫീലിംഗ് ഉണ്ട്. കണ്ടോ അവിടെ കുറെ കാട് പോലെ സ്ഥലങ്ങളും. അപ്പോൾ കുറേ അങ്ങോട്ട് പോയപ്പോൾ തന്നെ വലിയ NH ആണ് കേട്ടോ. 2 സൈഡും ഇങ്ങനെ അധികം കടകളോ അങ്ങനെയൊന്നും ഇല്ല. കുറച്ച് വിജനമായിട്ട് തന്നെയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം നമ്മളിങ്ങനെ ഹോട്ടലുകൾ തപ്പി നടക്കുമായിരുന്നു കേട്ടോ. അപ്പം നമുക്കൊരു ഹോട്ടൽ കിട്ടി. പാകശാല എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ കണ്ടു. അപ്പോൾ ഫസ്റ്റ് കണ്ട ഹോട്ടൽ അതായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതൊരു ചെയിൻ പോലെ ബാംഗ്ലൂർ കുറേ ഉണ്ട് കേട്ടോ പാകശാല ഹോട്ടൽ. അപ്പം നമ്മളെങ്കിൽ അതിൽ കയറാമെന്ന് വെച്ചിട്ട് നമ്മൾ ചെന്നു. പക്ഷേ ഒരു 7 മണി സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് തുറന്ന് വരണേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ പറഞ്ഞു വന്നോളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ എല്ലാ ഐറ്റവും ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇഡ്ഡലി അതൊക്കെ ആവണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ പിന്നെ അവിടെ ജസ്റ്റ് ഇറങ്ങി ചോദിച്ചപ്പോൾ പറഞ്ഞ എല്ലാ ഐറ്റംസൊന്നും ആവണേ ഉള്ളൂ, ഒരു അരമണിക്കൂറൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പിന്നെ മടങ്ങി ഇനി വേറെ വല്ല ഹോട്ടലും ഉണ്ടോ എന്ന് തപ്പാന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പോവാണ്. ഈ റോഡിലൊന്നും അധികം തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ നല്ല സുഖമായിരുന്നു. ടോൾ റോഡാണ്, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ടോളുണ്ടായിരുന്നു കേട്ടോ. 3-4 ടോള് ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത് ഈ റോഡിൽ. പക്ഷേ തിരക്കൊന്നും ഇല്ലാത്ത കാരണം തന്നെ സുഖമായിട്ട് ഓടിക്കാൻ പറ്റി. കർണാടകത്തിൽ അതുപോലെ തന്നെ കൂടുതലും വെജ് ഹോട്ടലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വെജ് ഹോട്ടലിന് ഒരു ക്ഷാമവും ഇല്ല. പക്ഷേ ഇവിടെ ഒരു കുറച്ച് വിജനമായിട്ടുള്ളൊരു സ്ഥലമാണ്. റോഡ് എന്താ പറയുക, 2 വശം വിജനാണ്. അങ്ങനെ കടകളൊക്കെ കുറവാണ്. ഒരു ഹോട്ടൽ നേരത്തെ നമ്മളൊരു പാകശാല ഹോട്ടൽ കണ്ടല്ലോ, ആ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറേ പോകണം അടുത്ത റെസ്റ്റോറൻറ്റ് കാണണമെങ്കിൽ. എനിക്കൊന്ന് ഓപ്പോസിറ്റ് സൈഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കൊരു റെസ്റ്റോറൻറ്റ് കിട്ടി. നമ്മുടെ A2B ഹോട്ടൽ. A2B അതുപോലൊരു ചെയിൻ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ഇതാണ്. അപ്പം നമുക്ക് A2B കിട്ടി കേട്ടോ. അപ്പം നമ്മൾ A2Bയിൽ കയറിയേക്കാണ്. A2B അതായത് അടയാർ ആനന്ദഭവൻ എന്നാണ് അതിൻ്റെ ഫുൾ നെയിം കേട്ടോ. അവിടെ ഈ തമിഴ്നാട് സ്റ്റൈൽ ഫുഡാണ് കേട്ടോ കിട്ടുക. അപ്പം കർണാടക സ്റ്റൈല് ദോശ ഐറ്റംസിനേക്കാളും എനിക്കിഷ്ടം തമിഴ്നാട് സ്റ്റൈലാണ് കേട്ടോ. അപ്പം നമ്മൾ A2Bയിൽ നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പം അവർ രണ്ടാളും പൊങ്കൽ കഴിച്ചു, ഞാൻ മസാല ദോശയാണ് കഴിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ റെസ്റ്റോറൻറ്റിൽ. നീറ്റും ആണ്, തിരക്കും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നല്ല ഫുഡ് കിട്ടി കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. പൊങ്കൽ അങ്ങനെ ഉണ്ട്. ദോശ കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും നമുക്ക് കോഫി കൊണ്ടുവന്നു കേട്ടോ. അടിപൊളി കോഫിയാണ്. അപ്പം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തെങ്കിൽ നമുക്ക് നല്ല ഫുഡ് കിട്ടി കേട്ടോ.
ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ഇതാണ് കേട്ടോ. നിറച്ച് കാർ പാർക്കിങ്ങിനൊക്കെ സ്ഥലമുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിനി യാത്ര തുടരുകയാണ് കേട്ടോ. ഇത് ഹസനിലേക്ക് പോണ NH ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലാണ് ഈ ഹോട്ടൽ. നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ ഹസൻ വഴിയാണ് കേട്ടോ പോണത്. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയായിരുന്നു നമ്മൾ പോയത്? കഴിഞ്ഞ പ്രാവശ്യം നമ്മള് നമ്മള് മറ്റേ ഇവിടെ എന്താണ് തുംകൂർ വഴി അങ്ങനെ പോയത്, ഷിമോഗ അങ്ങനെ പോയത്. അവിടെയാണ് മറ്റേ ഇതൊക്കെ കണ്ടത്, മ്യൂസിയം കണ്ടത്. നമ്മള് മാൽഗുഡി മ്യൂസിയം കണ്ടത്. ഇപ്രാവശ്യം നമ്മള് പോണത് ഹസൻ, ആലൂർ അങ്ങനെ പ്രൊണൗൺസ് ചെയ്യണമെന്ന് തോന്നുന്നു. പിന്നെ സകലേഷ്പുര. സകലേഷ്പുര ടച്ച് ചെയ്തില്ലേ? ഇങ്ങോട്ട് വരുമ്പോ ഇല്ല, ടച്ച് ചെയ്തെന്ന് തോന്നുന്നു. കക്കർല, ധർമ്മസ്ഥല, നമ്മൾ ഉടുപ്പി അങ്ങനെ ഉടുപ്പി എത്തും. മറ്റേ നമ്മൾ നേരെ മൂകാംബിയ പോയിരുന്നേ. അതെ പ്രാവശ്യം നമ്മൾ ഉടുപ്പിയിലേക്ക് കക്കർല വഴി അല്ലേ? കക്കർല. അതെ. സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലം എവിടെയാ? അതൊരു അമ്പലം ഉണ്ടല്ലോ. അതിന്റെ അടുത്താണോ? അതെനിക്ക് നോക്കണം, ഞാൻ നോക്കില്ല, നോക്കട്ടെ. പറ്റുവാണെങ്കിൽ കേറി പോവാം. അതെ, കേറിയിട്ട് പോ. അവിടെ അടുത്താണ്, മൂകാംബിക അടുത്താണ് ഈ അമ്പലം. അത് നമ്മള് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഘാട്ടി സുബ്രഹ്മണ്യ ടെമ്പിളില്ലേ. അപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ പറയണത് എന്താന്ന് വെച്ചാൽ കുക്കെ സുബ്രഹ്മണ്യ ടെമ്പിളില് പോവാൻ പറ്റാത്തവര് ദൂരല്ലേ, അപ്പൊ ഘാട്ടിയില് പോകുന്നാണ് പറയുന്നത്. പോയി നമ്മള് അന്ന് പോയി ലെപ്പാക്ഷിയില് പോയി വന്നപ്പോ നമ്മള് പോയിരുന്നു. കുക്കെ നല്ല ഒരു അമ്പലമാണ്, സുബ്രഹ്മണ്യന്റെ. അതെ, പോവാം. നമുക്ക് നേരെയാ പോണ്ടേ, നമുക്ക് ഇങ്ങനെയാ പോണ്ടേ. ഇപ്പൊ ഹസൻ എത്തി, ഹസൻ ടൗണിലേക്ക് അങ്ങോട്ട് പോണ്ടേ, നമുക്ക് നേരെയാ പോണ്ടേ. ബൈപ്പാസാ. അവിടെ നോക്കൂ, ഒരു കുളം അല്ലേ, നോക്കൂ, വെള്ളമുണ്ട് കേട്ടോ. മഴ പെയ്തില്ലെങ്കിലും വെള്ളം ഉണ്ട് തന്നെയല്ല, ഉള്ള വെള്ളങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഓടിക്ക് ഭാഗങ്ങൾ. ജലസ്രോതസ്സുകളെ സൂക്ഷിക്കുന്നുണ്ട്, ചപ്പൻ ചവറൊന്നും ഇടാണ്ടേ. വാട്ടറിന്റെ ആണോ തോന്നണേ. ഇതൊക്കെ നോക്ക്, ഫുള്ള് പണി നടത്തോണ്ടിരിക്കല്ലേ. റോഡ് റോളറും റോഡ് റോളർ. നെഞ്ചുളെ വീസും കൺമൺവാസം കാട്ടു ചെമ്പകമേ, കണ്ണുകളും പൂസും കാതൽ സുന്ദരമേ, പോലെ പറന്നു പോക കൂടെ ചേർന്നുനിയും വരുവിയ ഒറ്റയടി പാറയിലെ പാവി കോട്ടുറേ. അടുത്ത ലൈൻ തുടങ്ങി, ചരണം തുടങ്ങി. ഇപ്പോഴും ഒറ്റയടി പാതയില. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഹസൻ കഴിഞ്ഞു. ഹസൻ കഴിഞ്ഞിട്ടിപ്പം നമ്മൾ സകലേഷ്പുര റോഡിലേക്ക് വന്നു കേട്ടോ. പക്ഷേ NHലൊക്കെ പണി നടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും റോഡ് മോശം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ പണി ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഡൈവേർഷൻ ഇങ്ങനെ തിരിഞ്ഞ് നെക്സ്റ്റ് റോഡിൽ കയറി അങ്ങനെ പോകണം. അപ്പം കുറേ സ്ഥലത്ത് ഇങ്ങനെ പണി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ടോ, വിജനമായിട്ടുള്ള സ്ഥലമാണ്. ഇനിയിപ്പം നമ്മൾ ചെറിയൊരു കാട് പോലുള്ള സ്ഥലത്തൂടെ കയറിയിട്ടാണ് പിന്നെ നമ്മൾ മൂകാംബികയിലേക്ക് പോകണത് കേട്ടോ. അപ്പം നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ ഗുണ്ടിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തു നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുക്കെ സുബ്രഹ്മണ്യ ടെമ്പിളിലേക്ക് പോകാൻ പറ്റും. അപ്പം നമ്മൾ എന്തായാലും അവിടെ തൊഴാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടേക്ക് പോവാണ്. എന്താ പറയാ, ഈ മാംഗ്ലൂർ റൂട്ടിൽ നിന്ന് ഒരു ഡൈവേർഷൻ എടുത്ത് ഒരു 22 കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കെ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിളിലേക്ക് എത്തും. അത് നമ്മൾ പണ്ട് ഘാട്ടി സുബ്രഹ്മണ്യ ടെമ്പിളിൽ പോയില്ലേ. അപ്പോൾ അത് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വരാൻ, ഇത് ബാംഗ്ലൂരിൽ നിന്ന് ഇത്തിരി ദൂരമല്ലേ കമ്പയർ ടു ഘാട്ടി സുബ്രഹ്മണ്യ ടെമ്പിൾ. അപ്പോൾ ഇവിടെ വരാൻ പറ്റാത്തവർക്ക് അവിടെ വന്ന് തൊഴാം. അപ്പോൾ ഇത് നല്ലൊരു വിശേഷപ്പെട്ടൊരു ക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് ഡൈവേർഷൻ എടുത്തൊരു 22 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ടെമ്പിളിലെത്തും. എവിടുന്ന്? സകലേഷ്പുര കഴിഞ്ഞ് ഗുണ്ടിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ തിരിഞ്ഞത്. ഓക്കെ, അവിടുന്ന് ഗുണ്ടിയെന്ന് നമ്മളൊരു 22 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ കുക്കെ എത്തും. അപ്പം നമ്മളീ പോണ കുക്കെ സുബ്രഹ്മണ്യ ടെമ്പിൾ ഇല്ലേ, അത് ബേസിക്കലി ഒരു 5000 ഇയേഴ്സ് പഴക്കമുണ്ട് അത്രേ.
അത് എന്താ കുമാരധാര റിവറിന്റെ ബാങ്ക്സിലാണെന്ന് സ്ഥിതി ചെയ്യണത്. അങ്ങനെ കേട്ടോ ഗൂഗിള് പറയണത്. പിന്നെ ഇതിന്റെ ഒരു എന്താണ് ഒരു ഇമ്പോർട്ടൻസ് ഐതിഹ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുബ്രഹ്മണ്യൻ ഒരു സ്നേക്കിന്റെ ഇതിലാണ് ഫോമിലാണ് വേർഷിപ്പ് ചെയ്യണത്. അതായത് വാസുകി മെർജ് ചെയ്തിട്ടുണ്ട് ഇത്രയും സുബ്രഹ്മണ്യന്റെ ഒപ്പം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മള് എന്താണ് വേർഷിപ്പ് ചെയ്യണത്. അപ്പൊ എന്തായാലും നാഗദോഷ പരിഹാരത്തിനൊക്കെ നല്ലതാ അത്ര ഈ ഒരു അമ്പലം. ഈ അമ്പലം ബേസിക്കലി വരുന്നത് കടബ താലൂക്കിലാണ്, ദക്ഷിണ കന്നഡ. മംഗലാപുരത്ത് നിന്ന് 105 കിലോമീറ്റർ. റോഡ് മോശമല്ല, റോഡ് നല്ല റോഡാണ്. ഒരു ഐതിഹ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അസുരന്മാരായ താരക, ശൂര, പത്മാസുര അവരൊക്കെ വധിച്ചതിന് ശേഷം നമ്മുടെ സുബ്രഹ്മണ്യൻ തിരിച്ചു വന്നു കുമാരപർവ്വതത്തിലേക്ക്. അപ്പൊ ഇന്ദ്രദേവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ദേവസേനേനെ. അങ്ങനെ ആ വിവാഹം നടന്നത് ആ കുമാരപർവ്വതത്തിലാണ്. അങ്ങനെ കുറെ ഗോഡ്സ് ഉണ്ടായിരുന്നു, ബ്രഹ്മ, വിഷ്ണു, ശിവൻ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ഈ ഒരു കൊറോണേഷൻ സെറമണിക്ക് പല ഹോളി റിവേഴ്സ് എന്നുള്ള വെള്ളം കൊണ്ടുവന്നിരുന്നു. അങ്ങനെ അവിടെ ഒരു മഹാ അഭിഷേകം തന്നെ നടന്നു. ആ മഹാ അഭിഷേകത്തിൽ നിന്ന് വീണ ആ വെള്ളത്തിൽ നിന്ന് ഒരു റിവർ ഫോം ചെയ്യുണ്ടായി. ആ റിവറാണ് കുമാരധാര എന്നുള്ള റിവർ. ആ റിവറിന്റെ ബാങ്ക്സിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ കുക്കെ സുബ്രഹ്മണ്യയുടെ അവിടെയുള്ള ബിലദ്വാര കേവ്സില് തപസ്യായിരുന്നു ആര്, നമ്മുടെ വാസുകി, സർപ്പൻ കിങ്, കുറെ വർഷങ്ങളായിട്ട് ഗരുഡൻ നിന്ന് അറ്റാക്ക് കിട്ടാതിരിക്കാൻ. അങ്ങനെ ശിവന്റെ ഇതനുസരിച്ച് സുബ്രഹ്മണ്യം പോയി ദർശനം കൊടുത്തു. എന്നിട്ട് പരമഭക്തൻ എന്നുള്ളൊരു സ്ഥാനം കൊടുത്തു. അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ എന്താണ് സർപ്പദോഷ പരിഹാരം, നാഗദോഷ പരിഹാരം, അങ്ങനെ ഒരു ഇത് ആ അമ്പലത്തിന് ആ ഒരു ഇമ്പോർട്ടൻസ് വന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. ട്രെയിൻ ഇതാണോ, ബ്രിഡ്ജാണോ? ഇവിടുത്തെ ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ, കുറെ റെയിൽവേ സ്റ്റേഷൻ കണ്ടു ഞാൻ അടിയിൽ കൂടെ ഒക്കെ. ഇവിടുന്നും അത്ര ഡ്രൈ ആയിട്ടില്ല, ഇത്ര ചൂടില്. മഴ പെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല, പക്ഷെ നല്ല ഗ്രീനറി ഇവിടെയൊക്കെ അല്ലേ? ആണോ? കാട് പ്രദേശമല്ല, ഇവിടെ അത്ര ചൂടുണ്ടാവില്ല, ഇടയ്ക്കിടെ മഴ ഉണ്ടാവും. അതല്ല പുല്ലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. അടുത്തുണ്ടായ മഴയല്ല, മഴയുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പം നമ്മളിത് കുക്കെ സുബ്രഹ്മണ്യ ടെമ്പിളിൻ്റെ അടുത്തെത്തിട്ടോ. ഒരു പുഴയുണ്ടല്ലോ, ഇതാണ് തോന്നുന്നു കുമാരധാരപ്പുഴ. മുകളിൽ കൂടെ കാണിക്കാൻ പറ്റും. ഇതൊരു പുഴയാണ്. അതായിരിക്കും അമ്പലം. സൈഡ് എങ്ങാനും ആണോ അവിടെ? സൈഡ് എങ്ങാനും തോന്നുന്നു. വെൽക്കം ടു സുബ്രഹ്മണ്യ. റൈറ്റ് ലെഫ്റ്റ്. ഇങ്ങനെ നേരെ കുളിച്ചിട്ട് പോവാ. ഇവിടെ കുളിച്ചിട്ട് പോവായിരിക്കും. വെൽക്കം ടു കുക്കെ ശ്രീ സുബ്രഹ്മണ്യ ടെമ്പിൾ. ഇവിടെയൊക്കെ ഹോട്ടൽസ് ഉണ്ട് അല്ലേ? ഹോട്ടലുണ്ടല്ലോ, നൈവേദ്യ റെസ്റ്റോറന്റ്, ഗസ്റ്റ് ഹൗസ്, ആശ്ലേഷ ഗസ്റ്റ് ഹൗസ്, ഭോജനശാല, ഗസ്റ്റ് ഹൗസ്. ഏതാ? അപ്പം നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് റിനോവേഷനൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് കുറേ മണ്ണൊക്കെ അവിടെ ഇവിടെയൊക്കെ കൂട്ടിയിട്ടേക്കുന്ന കാണാം. അപ്പം നമ്മൾ അത് ആ ഗോപുരമാണ് അമ്പലത്തിൻ്റെ ഗോപുരം കേട്ടോ. അതേ കാണുന്നു നമ്മുടെ കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം. അതിൻ്റെ പിന്നിലായിട്ടാണ് പർവ്വതം കാണുന്നത്. ആ പർവ്വതത്തിൽ നിന്നാണ് നമ്മുടെ കുമാരധാര ഒരു പുഴ പുഴ ഒഴുകുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ പുഴ അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ ആയിട്ടോ. നല്ല ചൂടായിരുന്നു. അപ്പം വലിയൊരു ക്ഷേത്രമാണ് കേട്ടോ. നമുക്കറിയില്ലായിരുന്നു ഇത്ര വലിയൊരു ക്ഷേത്രമാണെന്ന്. പക്ഷേ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ ക്യൂ നിന്നു കേട്ടോ. നമ്മളപ്പോൾ തൊഴാൻ പറ്റി. അപ്പം നമ്മൾ കുറച്ച് നേരം ക്യൂ നിന്നെങ്കിലും സുഖമായിട്ട് തൊഴുതു കേട്ടോ. തൊഴുത്
പിന്നെ നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ ഇത് ജസ്റ്റ് ഒരു പുറത്തെ ഞാൻ വിഷ്വൽസാണ് കേട്ടോ കാണിക്കണത്. പുറത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഏറ്റവും പുറത്തെയല്ല, അതിൻ്റെ തൊട്ട് ക്യൂ ഒക്കെ നിൽക്കുന്ന സ്ഥലത്തെ വിഷ്വൽസാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ സുബ്രഹ്മണ്യൻ ഉണ്ട്, പിന്നെ തൊട്ടപ്പുറത്ത് നരസിംഹ മൂർത്തിയുടെ ഒരു ടെമ്പിളുണ്ട്, ഇപ്പുറത്ത് ശിവൻ്റെ ഒരു ടെമ്പിളുണ്ട്. അങ്ങനെ അപ്പം നമ്മൾ അവിടെയൊക്കെ തൊഴുതിട്ട് നമ്മളിതിപ്പോൾ ജസ്റ്റ് ഇത് പുറത്തിറങ്ങി കേട്ടോ. തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ 1 മണിക്കൂർ എടുത്തു നമ്മൾ തൊഴുത് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് കിടക്കുകയാണ് കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് തന്നെ എന്താ പറയുക, തറയിൽ നിന്ന് ചവിട്ടാനേ പറ്റിയില്ല. കുറച്ച് സിമൻറ്റ് തറ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ചെരുപ്പിടാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ കണ്ടോ, നല്ല ചൂടായിരുന്നു, നല്ല വെയിലായിരുന്നു ആ സമയത്ത്. അപ്പം ഇതാണ് കുക്കെ സുബ്രഹ്മണ്യ ടെമ്പിൾ. അപ്പം നമ്മൾ തൊഴുത് നമ്മളിനി പുറത്തേക്ക് പോവാണ്. നല്ലൊരു അമ്പലമായിരുന്നു കേട്ടോ കുക്കെ സുബ്രഹ്മണ്യ ടെമ്പിൾ. കുറേ നാളായി ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഈ വഴി നമ്മളങ്ങനെ മൂകാംബികയിൽ വരാറില്ലല്ലോ, നമ്മൾ നാട്ടിൽ കൂടെ അല്ലേ വരാറ്. അപ്പം പിന്നെ മംഗലാപുരത്തു നിന്ന് തിരിഞ്ഞ് കുറച്ച് ദൂരമുണ്ട്, 105 കിലോമീറ്റർ ഉണ്ട് മംഗലാപുരത്തു നിന്ന്. പിന്നെ ബാംഗ്ലൂരിൽ നിന്നാണെങ്കിൽ 280 കിലോമീറ്ററാണ് കേട്ടോ ഇവിടേക്ക് ഉള്ള ദൂരം. അപ്പം നല്ലൊരു അമ്പലമായിരുന്നു. അപ്പം നമ്മൾ സുഖമായിട്ട് തൊഴുതു. ഇതിൻ്റെ കൂടുതൽ ഐതിഹ്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം കേട്ടോ. ഞാൻ കൂടുതലൊന്നും പറയണില്ല, കുറേ ഉണ്ട്, നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൻ്റെ ഐതിഹ്യങ്ങളും മറ്റുമൊക്കെ. ഞാൻ കുറച്ചൊക്കെ മോള് പറഞ്ഞിരുന്നു കേട്ടോ, ഓൺ ദ വേയിൽ നമ്മൾ കുറച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല, കാരണം നമ്മൾ ഗൂഗിൾ നോക്കിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പക്ഷെ നല്ലൊരു അമ്പലമായിരുന്നു. അപ്പം നമ്മളവിടെ സുഖമായിട്ട് തൊഴുതു. അപ്പം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനി നമ്മൾ തിരിച്ച് ഉടുപ്പിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനി നാളത്തെ വീഡിയോയിൽ ഉടുപ്പി വിശേഷങ്ങളുമായിട്ട് വരാം കേട്ടോ. താങ്ക് യു.